ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു അസ്ലം യൂണിവേഴ്സ്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത് നമ്മളൊരു സ്ട്രേഞ്ചർ ക്യാമ്പിന് പോവാണ്. വേറെ ആരെയും കൂടെ അല്ല, പോയി വരാം എന്ന് പറഞ്ഞ ടീമിൻ്റെ കൂടെയാണ്. നിങ്ങൾക്കറിയാം, ഞാൻ അവരുടെ കൂടെയാണ് മലേഷ്യക്ക് പോയത്. അവരുടെ പാക്കേജിലാണ് മലേഷ്യക്ക് പോയത്. അപ്പോൾ ഈ സ്ട്രേഞ്ചർ ക്യാമ്പിന് ഒരു പ്രത്യേകത ഉണ്ട്. സ്ട്രേഞ്ചേഴ്സ് ആയിട്ടുള്ളവരും ഉണ്ട്, നമുക്ക് പരിചയമുള്ളവരും ഉണ്ട്. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. നമുക്ക് പരിചയമുള്ള ടീം വരുന്നുണ്ട്, നമുക്ക് നമ്മളിതുവരെ കാണാത്ത ഒമാനിൽ എന്താ പറയുക ജോലി ചെയ്ത് ജീവിക്കുന്ന ആൾക്കാരും വരുന്നുണ്ട്. അപ്പോൾ ഇറ്റ് വിൽ ബി ഫൺ. എന്തായാലും പോയി നോക്കാം. നമുക്ക് അവിടെ നമ്മുടെ ഒമാൻ ഫ്ലാഗ് പോയിന്റ് അവിടെയാണ് പിക്കപ്പ്. അപ്പം നമുക്ക് എന്തായാലും നമ്മൾ അങ്ങോട്ട് പോവാണ്. അപ്പോൾ നമ്മൾ അടുത്ത ട്രിപ്പ് പോവാണ്. എങ്ങനെയുണ്ട്, എന്താണ് പറയാനുള്ളത്? പോവാണ് നമ്മൾ ആമനൊക്കെ കണ്ടിട്ട് വരും. മറ്റേ ആൾക്കാരെ സെറ്റാക്കിയോ അഭിനയിക്കാൻ? ഞാനൊരു നടനാണല്ലോ. അതെ, ഉണ്ട്. പ്രത്യേക റോള് ഞാൻ തന്നിട്ടുണ്ട്. പിന്നെ അഭിനയിക്കും. അതെ. അതെ ഞാൻ ഇപ്പോൾ തുടങ്ങി. അതാണല്ലോ എൻ്റെ പാർട്ട്. അങ്ങനെയാണല്ലോ. എന്താണ് എനിക്ക് ഈ സ്ട്രേഞ്ചർ ക്യാമ്പ്? നമ്മൾ സ്ട്രേഞ്ചേഴ്സ് ആണ്. എന്താണ് എനിക്ക് പറയാനുള്ളത്? നമ്മൾ സ്ട്രേഞ്ചേഴ്സ് അല്ല. ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആണ്. എനിക്ക് കുറേ നാളത്തെ ആഗ്രഹമാണ് ചെയ്യണം എന്നുള്ളത്. സ്ട്രേഞ്ചേഴ്സ് ക്യാമ്പായിട്ട് പോകണം, അത് അങ്ങനെ കൂടണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹമാണ്. നാട്ടിൽ കൂടുന്ന ടീമിലൂടെ പോകണമായിരുന്നു. പക്ഷെ അതിന് മുമ്പ് പോയി വരാവുന്ന ടീമിലൂടെ പറ്റിയതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. അല്ലേ കട്ടാക്കൂല ഈ പറഞ്ഞോ? ഇത് കട്ടാക്കി കട്ടിങ്ങില്ല ഒന്നുമില്ല. നല്ലൊരു എക്സ്പീരിയൻസ്. എന്തേലും പറയലോ, തൊപ്പി വെച്ച് പറിക്കാണ്ട് പറയൂ. എന്താ ഈ സ്ട്രേഞ്ചർ ക്യാമ്പിനെ പറ്റിയിട്ട് എന്താണ് എനിക്ക് പറയാനുള്ളത്? ഫസ്റ്റ് എക്സ്പീരിയൻസാ? ഓക്കെ, ആദ്യമായിട്ട് സ്ട്രേഞ്ചർ ക്യാമ്പിന് പോകുന്ന. ഓക്കെ ഓക്കെ, വേറൊന്നും പറയാല്ലേ? ഇല്ല, ചെറിയൊരു ഡിലേ വന്നു. നമ്മൾ ബസ് ചേഞ്ച് ആക്കിയുണ്ട്. അപ്പോൾ നമ്മൾ എത്രയും പെട്ടെന്ന് അവിടെ എത്താൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം. ഇതിലിപ്പോ കുറെ പുതിയ ആൾക്കാരുണ്ട്. കുറെ ഒന്നല്ല, ഒരു 8 ആൾക്കാര്. ബാക്കി നമ്മൾ ടോട്ടൽ ഇപ്പോൾ ഒരു 25 ആളായിട്ടാണ് നമ്മൾ പോണത്. റാസൽ ഖത്തിലേക്കാണ് പോണത്. അവിടെ നമ്മൾ ആമനെ കാണാനാണ് ആദ്യം. ഏർലി മോർണിംഗ് ആണ് നമ്മൾ ആമനെ കാണാം. നൈറ്റ് നമ്മളുടെ ആക്ടിവിറ്റിയും കാര്യവും സജീവ്ക്ക നേരത്തെ കഴിഞ്ഞോളൂ, ചിരിക്കണ്ട. അപ്പൊ ഇത് നമ്മളുടെ 8ാമത്തെ ക്യാമ്പാണ്. ഇനി നമുക്ക് കുറെ ക്യാമ്പുകൾ പോകണം. തുടക്കമാണ്. ചൂടുണ്ട്, വെള്ളത്തിനുള്ള എല്ലാ സാധനങ്ങളും വണ്ടിയിലുണ്ട്, വെള്ളമുണ്ട്, എല്ലാ വണ്ടിയിലുണ്ട്. ഇനി ഇടയിൽ നമ്മൾ എവിടെ സ്റ്റോപ്പ് ഉണ്ടാവില്ല. ചിലപ്പോൾ സൂറിലായിരിക്കും സ്റ്റോപ്പ്. അപ്പൊ നമുക്ക് സൂറിന് ചായ ഒക്കെ കുടിച്ചിട്ട് അങ്ങനെ കിടക്കാം. ഓക്കെ, സൂറിൽ ഞാൻ നോക്കട്ടെ, നമുക്കൊരു ബോട്ട് റൈഡ് നടത്താൻ പറ്റുമെങ്കിൽ ബോട്ട് റൈഡും സെറ്റാക്കാം. മാക്സിമം നമ്മൾ അവിടെ എത്തിയിട്ട് നമ്മുടെ ആക്ടിവിറ്റി ഒക്കെ പെട്ടെന്ന് കഴിച്ചാൽ നമുക്ക് ഏർലി മോർണിംഗ് ആമനെ കാണാൻ പോവാം. ഓക്കെ, വേറെ എന്തുണ്ടെങ്കിലും എന്നെ വിളിക്കാം, ഞാൻ അവിടെ തന്നെ ഉണ്ടാവും. അപ്പോൾ കഴിച്ച് നമ്മളിപ്പോൾ വഴിയിൽ ചായ കുടിക്കാൻ നിർത്തിയതായിരുന്നു. നമ്മൾ ചായ കുടിച്ച് കഴിഞ്ഞു. നമ്മൾ ആ റെസ്റ്റോറൻറ്റിൽ നിന്നാണ്, സെൽഫി റെസ്റ്റോറൻറ്റിൽ നിന്നാണ് ചായ കുടിച്ചത്. അപ്പോൾ ഇനി നമുക്കിനി ഒരു 19 കിലോമീറ്റർ പോകാനുണ്ട്. അപ്പോൾ നമ്മളതൊക്കെ പോയിട്ട് ഡെസ്റ്റിനേഷനിലെത്തിയിട്ട് ബാക്കി കാര്യങ്ങൾ കാണിച്ചു തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ എന്ത് തോന്നുന്നു? നമ്മൾ തുടങ്ങി, നമ്മൾ പകുതി ചായ കുടിക്കാൻ നിൽക്കുകയാണ്. നല്ല വെയിലുണ്ട്. വിറ്റാമിൻ ഡി ആയതുകൊണ്ട് തന്നെ നമ്മളത് കൊള്ളുന്നുമുണ്ട്. നമ്മളിപ്പോൾ ചായ കുടിച്ചിട്ട് നമ്മൾ ഇനി അടുത്ത നമ്മുടെ ഫൈനൽ ഡെസ്റ്റിനേഷനിലേക്ക് പോയിരിക്കും. ഇൻ ബിറ്റ്വീൻ നമുക്ക് ഗ്യാപ്പ് ഉണ്ടെങ്കിൽ നമ്മൾ ഒരു ഡെസ്റ്റിനേഷൻ കൂടി ഇറങ്ങുന്നതാണ് നമ്മുടെ കൺവീനർ ആസിഫ് അലി പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഫൈൻ, താങ്ക് യു. ഹലോ ഗൈസ്, അപ്പോൾ നമ്മളങ്ങനെ റാസൽ ഹദ്ദിലെ വില്ലേക്ക് എത്തിയേക്കാണ്. അടിപൊളി വില്ല, നല്ല എന്താ പറയുക, 3 സ്റ്റാർ ഇല്ല. നല്ല ആംബിയൻസ്, നല്ല കിടില ആംബിയൻസ്, നല്ല ആംബിയൻസ്. ബാൽക്കണി ഒക്കെ കിടില സെറ്റ്. രാവിലെ ഒക്കെ നല്ല വൈബായിരുന്നു പ്രതീക്ഷിക്കുന്നു. കാരണം ഇതിന്റെ അറ്റ്മോസ്ഫിയർ, ആ ഒരു പരിപാടിയൊക്കെ അടിപൊളിയായിട്ടുണ്ട്. ഇതിന്റെ ഡാൻസും പാർട്ടിയൊക്കെ നമ്മൾ ഇത് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഇതെല്ലാം സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ റെഡിയായി. ഇതാണ് നമ്മൾക്ക് അലോക്കേറ്റ് ചെയ്ത റൂം. അപ്പോൾ നമ്മളിപ്പോൾ വേറെ റെഡി ആയിട്ട് ഇറങ്ങാൻ പോവാണ്. ജാസിൻ്റെ വൈഫും നമ്മുടെ ഒരു ഫ്രണ്ടും വേറെ റൂമിലുണ്ട്. അപ്പോൾ നമ്മളെ ഇവിടുന്ന് റെഡി ആയിട്ട് ഇറങ്ങാൻ പോവാണ്. ഓക്കെ, നമ്മൾ അടിയത്തെ പരിപാടികളൊക്കെ എന്താ ചെയ്യും കാണാം. അപ്പോൾ ഗൈസ്, നമ്മുടെ മെയിൻ ലോഞ്ചിൽ വന്നേക്കാണ്. ഇവിടെ നമ്മൾ ഈ ഒരു പോയി വരാൻ ടീമിൻ്റെ തന്നെ ഒരു ഹോൾ എന്താ പറയുക, ഒരു ഇൻഫ്രാസ്ട്രക്ചർ തന്നെയാണ് നമ്മൾ എടുക്കുന്നത്.
കാരണം നമ്മുടെ മറ്റൊരു സുഹൃത്താണ് ഇത് എടുക്കേണ്ടിയിരുന്നത്. പക്ഷേ ലക്കിലി അജാസാണ് ഇത് എടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ തന്നെ പല വെർഷൻസും പല റീൽസും പോയി വരാൻ ടീമിന് വേണ്ടിയിട്ടുള്ള പ്രൊമോഷൻസൊക്കെയാണ് എടുക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി അഹോരാത്രം പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അജാസ്. നല്ല രീതിയിൽ പരിശ്രമിച്ചുകൊണ്ടിരിക്കണം. അതെ, അതിവിടെ കിട്ടിയിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല. കിട്ടിക്കണം. ഗൈസ്, വേറൊരു കാര്യം, ഇവിടെ ഒരു മിനിറ്റ്. ഗൈസ്, വേറൊരു കാര്യം പറയാനുള്ളത്, ഇവിടെ നല്ല തണുത്ത ക്ലൈമറ്റ് ആട്ടോ. പ്രതീക്ഷിക്കാത്തൊരു ക്ലൈമറ്റാണ് നമുക്കിവിടെ കിട്ടിയത്. അതെ, തീർച്ചയായും. ചൂടാവുന്ന മസ്കറ്റിന് ചൂടാണ് പ്രതീക്ഷ, പക്ഷേ ചൂടല്ല, നല്ല തണുപ്പാണ്. നല്ല കാറ്റുണ്ട്, നല്ല തണുത്ത കാറ്റുണ്ട്. അപ്പോൾ മഷാല്ലാ, എനിവേ നമുക്ക് നല്ലൊരു സ്പേസും നല്ലൊരു ക്ലൈമറ്റും എല്ലാം കിട്ടിയിട്ടുണ്ട്. അതെ, ഒരു ഫാമിലി ഏരിയയും കൂടിയാണ്. ബാക്കിയുള്ളവർക്ക് ഒറ്റയ്ക്ക് വന്നിട്ടും നമുക്കൊരു വില്ലെടുക്കാം അല്ലെങ്കിൽ ഫ്ലാറ്റ് എടുക്കാവുന്ന തരത്തിലുള്ള ഒരു ബഡ്ജറ്റും കൂടിയാണ് ഇവിടെ ഉള്ളത്. ബഡ്ജറ്റ് ഫ്രണ്ട്ലിയും കൂടിയാണ്. അതെ അതെ അതെ. അപ്പോൾ എനിവേ പീപ്പിൾ കം ആൻഡ് എൻജോയ്. നമ്മൾ ബാക്കി എക്സ്പ്ലോർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ വില്ലയുടെ ബാക്കിലെത്തിയിട്ടുണ്ട്. വില്ലയുടെ ബാക്കിൽ നമുക്ക് ഇങ്ങനൊരു സ്പേസ് ഉണ്ട്. അവിടെ ഒരു മജ്ലിസ് ഉണ്ട്. അവിടെയാണ് ഇപ്പോൾ എല്ലാവരും കൂടിയിട്ട് ആക്ടിവിറ്റീസ്, ക്യാമ്പിംഗ് പരിപാടി അല്ലെങ്കിൽ പാട്ട്, അങ്ങനത്തെ പരിപാടികളൊക്കെ നടക്കുന്ന അവിടെയാണ്. അപ്പോൾ ഇതിൻ്റെ ബാക്കിൽ അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ്. ഒരു കാറൊക്കെ ഒന്ന് പാർക്ക് ചെയ്തിട്ടുണ്ട് അവിടെ. ഇവിടെ ചിൽഡ്രൻസ് പാർക്ക് ഉണ്ട്. അങ്ങനെ ഒരു മൊത്തത്തിലൊരു നല്ല സ്പേഷ്യസ് ആയിട്ടും നല്ല പീസ്ഫുൾ ആയിട്ടുള്ളൊരു എൻവയോൺമെൻ്റ് ആണ്. അപ്പോൾ അങ്ങനെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ. ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞ് ബോറാക്കുന്നില്ല. എല്ലാം കണ്ട് നിങ്ങൾക്ക് മുന്നിൽ എത്തിച്ചിരിക്കും. ഞാൻ ഇത് ഭയങ്കര ഫോർമലായി പോണു പണ്ടാറാണ്. ഞാൻ അങ്ങനെ ഒന്നല്ല ഗൈസ്. കട്ടി എന്റെ തണ്ടല് ഡിസ്ക് പോകുന്നത്. നീ എക്സസൈസ് ചെയ്യുന്നാലേ ഞാൻ എൻജോയ് ചെയ്യുള്ളൂ. Just you can come on 50 calories today. 50 കലോറി കുറയ്ക്കണതില് 50 കലോറി. come on, just you can. ഗൈസ്, ഇത് പിള്ളേർക്ക് മാത്രം എന്നല്ല, അഡൾട്ട് ഇരുന്നാലും ഇതൊന്നും ആവില്ല. അത്രയ്ക്കും സ്ട്രോങ് ആണ് ഈ ഒരു ഊഞ്ഞാലായാലും അപ്പുറത്തെ സീസോ ആയാലും എല്ലാം. അപ്പോൾ നമുക്ക് എങ്ങനെയും എൻജോയ് ചെയ്യാം. എൻജോയ് ചെയ്യേണ്ടത് നമ്മുടെ എന്താ പറയുക, നമ്മൾ എന്ത് ചെയ്യുന്നു, ഐ മീൻ കയ്യിൽ നിന്ന് പോയില്ല. നമ്മളിനി ഫുഡിന് വെയിറ്റ് ചെയ്യാണ്. 8:30ക്കാണ് ഫുഡ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ 8:25 ആയി. ഇനി 5 മിനിറ്റ്സ് കഴിഞ്ഞാൽ നമ്മൾ ഹാളിലേക്ക് പോയി ഫുഡ് കഴിക്കുന്നതായിരിക്കും. പക്ഷെ ബാലൻസ് ചെയ്ത് നിൽക്കാൻ പറ്റിയാൽ നിൽക്കാം. ആ ആ ആ ആ ഗൈസ്, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ചെറിയ കുട്ടികൾക്ക് മാത്രമല്ല വലിയ കുട്ടികൾക്ക് ഇത് എൻജോയ് ചെയ്യാന്ന്. പക്ഷെ ഇതേപോലെ മണ്ടത്തരം കാട്ടുന്നത് അതെ അതെ. ചില കാര്യങ്ങൾ നമ്മൾ ലിമിറ്റ് വെച്ചിട്ടാണ് എൻജോയ് ചെയ്യേണ്ടത്. ഇങ്ങനത്തെ കാര്യങ്ങൾ. ആക്ട്രസ്, എൻ്റെ അടുത്ത പുതിയ ആക്ട്രസ്സാണ്. ന്യൂ കമ്മർ, ന്യൂ ഫേസ്, അഫീഫ. ഒരു ഹൈ കാണിക്കൂ ആക്ട്രസ്. എൻ്റെ ഇവിടുത്തെ, നമ്മളിവിടെ ഇപ്പോൾ ഒരു സീനിന് ഷൂട്ട് ചെയ്യാൻ നമ്മളൊരു പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് കൂടിയാണ് വന്നത്. എൻജോയ്മെൻറ്റ് പ്ലസ് പ്രൊമോഷൻ. അപ്പോൾ നമ്മളൊരു സ്റ്റോറി ബിൽഡ് ചെയ്തിട്ടുണ്ട്. അത് ഔട്ട് വരുമ്പോൾ അത് നന്നായിട്ട് വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഒരു ഫോൺ തന്നെ അല്ല, ഇയർഫോൺ വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇപ്പോൾ പറയണത് അങ്ങനെ കേൾക്കുക. അടുത്ത് പോക്കറ്റിലും വെച്ച് മണ്ടൻ. ഫ്രഷായി പള്ളി കണ്ടോ?
അതായത് എന്നെ നോക്കിക്കൊണ്ടാണ് വരുന്നത്. ഓക്കെ, എന്നെ നോക്കിയിട്ട് വരണേ. അഫ്സൽ ഇതില്ല, മൈക്കില്ല, മൈക്കൊന്ന്. അത് പോയാ, അത് പോയാ. ഇപ്പൊ 2 സ്ഥലത്ത് മൈക്കായ. ഒരു സെക്കൻഡ് ഷോട്ടും ഇവിടെ തീർന്നിരിക്കുകയാണ്. നമ്മുടെ നായിക അഫീഫ നന്നായിട്ട് തന്നെ അഭിനയിച്ചിട്ടുണ്ട്. കുറച്ച് വെള്ളം കുടിച്ചു. ആസ് എ സ്റ്റാർട്ടർ നമ്മളെല്ലാം ചെയ്ത പോലെ അവളും ചെയ്തിട്ടുണ്ട്. ഇനിയും പല വീഡിയോസുകളിൽ ഉയർന്നു വരട്ടെ. അപ്പോൾ ഇനി ഫുഡ് വന്നു, ഫുഡ് കഴിക്കാൻ പോവാണ്. അപ്പോൾ അവിടുന്ന് നമ്മളൊരു ചെറിയൊരു സീക്വൻസ് പ്ലാൻ ചെയ്യണം. നമ്മളല്ല, നമ്മൾ വേറെ 2 പേരെ ഹയർ ചെയ്യുന്നുണ്ട്. ആക്ടേഴ്സ് ഫ്രഷേഴ്സാണ് ഇനി അല്ലേ. അപ്പോൾ അവരെ വെച്ചിട്ട് ഒന്ന് ആക്ട് ചെയ്യിപ്പിക്കണം, അതും വർക്കൗട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഫുഡ് കഴിക്കാൻ പോവാം. ഓക്കെ, അപ്പോൾ നമ്മുടെ സജീവ് കട വെഡ്ഡിങ് ആനിവേഴ്സറി ആണ്, 22ാമത്തെ. അപ്പോൾ അതിൻ്റെ ആഘോഷമാണ് ഇത്. Reverse on the count here. 9, 8, 7, like that. Okay. Mind പെട്ടെന്ന് വരുന്ന ക്ലൂഡ് നമ്പർ 22, 33, 44, 11 അങ്ങനെ വരുന്നത് 2 റാൻഡം ആയിട്ടുള്ള ക്ലൂഡ് നമ്പർ കൊണ്ടുവന്നു. ശ്രദ്ധിക്കണേ. അപ്പോൾ ഗൈസ്, ജീവിതത്തിൽ ആദ്യമായിട്ട് ഹിപ്നോട്ടിസം എന്നെ ചെയ്യാൻ പോവാണ്. മെൻ്റലിസം കഴിഞ്ഞു, ഇനി ഹിപ്നോട്ടിസത്തിൻ്റെ സെക്ഷനാണ്. നമ്മളെ സെലക്ട് ചെയ്തിട്ടുണ്ട്. പോയിട്ട് എക്സ്പീരിയൻസ് ചെയ്തിട്ട് വരാം. ചെറിയ ടെൻഷനുണ്ട്, എന്നാലും നോക്കി നോക്കാം. വാ. എല്ലാവർക്കും ഇത് വർക്കൗട്ട് ആവുന്നുള്ളത് ഇല്ല, വർക്കൗട്ട് ആവത്തില്ല. ചില ആൾക്കാർക്ക് മാത്രം. ഇപ്പം അസ്ലാമിന് വേണ്ടിയിട്ട് അതിനോട് വലിയ താല്പര്യമുള്ളൊരു ആളാണ്. കാരണം അവൻ്റെ അതെങ്ങനെ താല്പര്യം വന്നതെന്ന് പറഞ്ഞാൽ, അവൻ ആദ്യമേ മെൻ്റലിസം ഷോയിൽ അവൻ കൈ കാണിച്ചായിരുന്നു. ഞാൻ വന്നോട്ടേ ചോദിച്ചായിരുന്നു. അപ്പോൾ അവന് ഇങ്ങനത്തെ കാര്യങ്ങൾ കൂടുതൽ ഇഷ്ടമുള്ളതും ഇതെങ്ങനെയാണെന്നുള്ള എക്സ്പീരിയൻസ് ചെയ്യാൻ ആഗ്രഹമുള്ള ആൾക്കാർക്കും ഇത് പെട്ടെന്ന് വർക്കൗട്ട് ആവും. പുള്ളിക്കും വർക്കൗട്ട് ആയായിരുന്നു. ബ്രോ ഒന്ന് എക്സ്പീരിയൻസ് പറഞ്ഞു. എന്താണോ ചെയ്യിപ്പിച്ചപ്പോൾ എന്തൊക്കെയാണോ ഫീൽ ആയത് അത് പറഞ്ഞു. എന്താണോ മനസ്സിലുള്ളത് പറഞ്ഞു. എനിക്ക് ഏകദേശം ഒരു 5 കൊല്ലത്തോളം എനിക്ക് എല്ലാം കണക്റ്റായി. കൈയിലായാലും ക്രോസ് ചെയ്യാൻ പറഞ്ഞില്ലേ, അതെല്ലാം എനിക്ക് കണക്റ്റായി. കൈയൊക്കെ ഇങ്ങനെ ക്രോസ് ചെയ്ത് പിടിക്കാൻ ഭയങ്കര പവറായിരുന്നു. ഭയങ്കര പവർ, ഭയങ്കര ടൈറ്റായിരുന്നു കൈയൊക്കെ. അതുപോലെ ഈ റോപ്പിട്ട് കെട്ടുന്ന രീതിക്ക് കാണിച്ചപ്പോൾ എൻ്റെ കൈ ഭയങ്കരമായിട്ട് കെട്ടിയൊരു ഫീലായിരുന്നു. അങ്ങനെ നല്ലൊരു എക്സ്പീരിയൻസ്. സ്മെല്ലിൻ്റെ അത് കറക്റ്റ് എനിക്കും അവനും ഒരേപോലെ കണക്ട് ആയിക്കൊണ്ടിരുന്നത്. ഞാൻ അടുത്ത് പറഞ്ഞു, നോർമലി നിൽക്കുമ്പം നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള മൈൻഡിൽ എന്താണോ തോന്നുന്നത് അങ്ങനത്തെ നല്ലൊരു ഫ്രാഗ്രൻസ് നിങ്ങൾക്ക് ഉണ്ടാവും തോന്നുന്നു. ഒരേപോലെ കണക്ട് ആയി 2 പേർക്കും ഡിഫറെന്റ് സ്മെല്ലാണ്. ഒരേ സ്മെല്ല് ഉണ്ടാവില്ല. ഞാൻ പറഞ്ഞു, ഞാൻ ഷേക്ക് ഹാൻഡ് തരുമ്പോൾ നിങ്ങൾക്ക് ഒരു ബാഡ് സ്മെല്ല് ഉണ്ടാവുന്നു. ആക്ച്വലി അതെനിക്ക് തെറ്റുപറ്റിയതാണ്. തിരിച്ചു വേണം ചെയ്യേണ്ടിരുന്നത്. ഷേക്ക് ഹാൻഡ് തരുമ്പോൾ നല്ല സ്മെല്ല് വേണമായിരുന്നു. ഈ പറഞ്ഞതിൽ എടുക്കാൻ പറ്റില്ല. അത് ചെയ്തായിരുന്നു. ശരിക്കും അവർ മക്കയിൽ സ്റ്റക്കായി അവളൊന്നും കരഞ്ഞ ഏകദേശം ആ വക്കം തെറ്റിയതാ.
ഞാൻ വൈഫൊന്നും പറഞ്ഞില്ല. ഇല്ല, ഫീലായായിരുന്നോ ഇങ്ങനെ അറിയില്ല സ്ട്രേഞ്ചർ ആണെന്ന് വിചാരിച്ചു? സത്യം പറഞ്ഞൊന്നും കുഴപ്പമൊന്നും ചെറുതായിട്ട് ഫീലായി. അത്ര അതാണ് എല്ലാവരും ഫ്രണ്ട്ഷിപ്പ് അല്ലേ? ബ്രോയ്ക്ക് പറയാനുണ്ടോ എന്തെങ്കിലും? ബ്രോയുടേതും അത്യാവശ്യം കറക്റ്റായിട്ട് വന്നായിരുന്നു. അത്യാവശ്യം ആ ഉണ്ണികളെ ഒരു കഥ പറയാം, ഈ പുല്ലാങ്കുഴലിൽ കഥ പറയാം. ഉണ്ണികളെ ഒരു കഥ പറയാം, ഈ പുല്ലാങ്കുഴലിൽ കഥ പറയാം. Another turning point, forks in the road. Time that divided directs you where to go. So make the best of the day. അപ്പോൾ ഹലോ ഗൈസ്, അങ്ങനെ നമ്മൾ ഇന്നത്തെ പരിപാടി കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ സമയം 3:18. 3:40 നമ്മൾ ടർട്ടിൽ വാച്ച് കാണാൻ പോകും. അതുകൊണ്ട് ആരും ഉറങ്ങിയിട്ടില്ല. ഇവിടുന്ന് 400 മീറ്ററോളം നടക്കാനുണ്ട്. അപ്പോൾ പകൽ കാണുന്നതാണ് അതിൻ്റെ ഭംഗി, പകലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഏർലി മോർണിംഗ് പോയിട്ട് ഒരു സൺറൈസ് കൂടി ടർട്ടിൽ വാച്ച് കാണാനായിരിക്കും നമ്മുടെ ചാൻസ്. അതായിരിക്കും ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളത്. പിന്നെ ഹിപ്നോട്ടിസം, അത് വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ അതിനെപ്പറ്റി കൂടുതൽ അറിയാനും കൂടുതൽ കുറച്ചുകൂടിയും എന്താ പറയുക, ഡൈവ് ഇൻ ടു ഇറ്റ് എന്നൊക്കെ പറയില്ലേ, ചെയ്യാനും ആഗ്രഹമുണ്ട്. ഏതായാലും ഇപ്പോൾ കഴിഞ്ഞത് ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. അത് കഴിഞ്ഞപ്പോൾ തലയിൽ കുറച്ച് തരിപ്പൊക്കെ ആയിരുന്നു. എന്തായാലും എന്തൊക്കെ ചെയ്തു, എന്ത് ചെയ്തു എന്നുള്ളതൊക്കെ ഞാൻ വീഡിയോ കണ്ടു, നന്നായിട്ടുണ്ട്. ഞാൻ ദുൽഖർ സൽമാനൊക്കെ കണ്ടു ഗൈസ്. അപ്പോൾ അത് ഒരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മളിവിടെ ആക്ടിവിറ്റീസ്, പാട്ട്, ഡംഷർ ആർട്സ്, ഡാൻസ്, അങ്ങനത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞു. നമ്മുടെ ഷൂട്ടും അതിന് കഴിഞ്ഞു. ആക്ച്വലി നമ്മളിപ്പോൾ എടുക്കുന്നത് സെക്കൻഡ് പാർട്ടിൻ്റെ ഷൂട്ടുകളാണ് ഫസ്റ്റ് എടുക്കുന്നത്. ഫസ്റ്റ് പാർട്ട് ഇതുവരെ എടുത്തിട്ടില്ല. അത് നമ്മൾ തിരിച്ച് മസ്കറ്റിലേക്ക് പോയിട്ട് വേണം എടുക്കാൻ, ശനിയാഴ്ച വേണം എടുക്കാൻ. ഇപ്പോൾ സെക്കൻഡ് പാർട്ടിൻ്റെ
സെക്കൻഡ് സീനാണ്, അത് ഐ മീൻ ക്ലൈമാക്സ് സീനാണ് ഇന്നത്തോടെ കൂടി കഴിഞ്ഞത്. ഇനി നാളെ പകലാണ് ഈ സെക്കൻഡ് പാർട്ടിൻ്റെ ഫസ്റ്റ് സീൻ എടുക്കുന്നത്. അപ്പോൾ ഫുൾ ഷെഡ്യൂൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ടാണുള്ളത്. അപ്പോൾ എന്തായാലും നമുക്ക് ടർട്ടിൽ വാച്ച് കാണാൻ പോവാം. അത് കഴിഞ്ഞിട്ട് നാളെ രാവിലെ നമ്മൾ തിരിച്ച് മസ്കറ്റിലോട്ട്, നമുക്ക് ഉച്ചവരെ അവിടെ സമയമുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ മസ്കറ്റിലോട്ട് തിരിക്കുക. അപ്പോൾ അതിനുള്ളിൽ എന്തെങ്കിലും സൈറ്റ് സീൻ ഉണ്ടെങ്കിൽ നമ്മളതിന് പോവും. അപ്പോൾ എന്തായാലും നമ്മുടെ പറഞ്ഞു നീട്ടുന്നില്ല, വന്ന ഉദ്ദേശം ടർട്ടിൽ വാച്ചാണ്. അപ്പോൾ ടർട്ടിൽ വാച്ച് കണ്ടിട്ട് വരാം. ഓക്കെ, ബൈ. അപ്പോൾ ഗൈസ്, സമയം ഇപ്പോൾ 4:30. നമ്മൾ ടർട്ടിൽ വാച്ച് കാണാൻ പോവാണ്, ആമകളെ കാണാൻ പോവാണ്. അടിപൊളി ക്ലൈമറ്റ്. ഇവിടെയൊക്കെ നമ്മൾ മസ്കറ്റിൽ ഈ സമയത്ത് നമ്മൾ ചൂട് കാറ്റും ആ ഹ്യൂമിഡിറ്റി ഒക്കെയാണ്. പക്ഷെ ഇവിടെ നമ്മൾ തണുക്കുക ചെയ്യണം, നല്ല തണുത്ത പീസായ കാറ്റ്, ഭയങ്കര ഇഷ്ടപ്പെട്ടു നമുക്ക്. അപ്പോൾ ആൾക്കാരവിടെ എത്തി, നമുക്ക് പിന്നാലെ പോവായോ. എന്റെ ഫേസിലോട്ടല്ല, നിങ്ങളുടെ ഫേസിലോട്ട് അടിയിടാ, കാണാൻ പറ്റുള്ളൂ. അതാ ഒന്ന് കാണുന്ന എങ്ങനെയുണ്ട് അജാസേ, എങ്ങനെയുണ്ട് ഇവിടുത്തെ കൊട്ടാക്കൂര് ഇരുട്ടിൽ 4:30 നല്ല തണുത്ത കാറ്റ്. സോറി, നീ പറഞ്ഞൊന്നും കിട്ടിയിട്ടുണ്ടാവില്ല, മൈക്കിലായിരിക്കും. അപ്പൊ ഗൈസ്, ഇത്രയും തണുപ്പ് പ്രതീക്ഷിച്ചില്ല എന്നാണ് ആമി പറയുന്നത് മസ്കറ്റിൽ നിന്ന് വന്നിട്ട്. കാരണം മൈക്ക് എൻ്റെ ഉള്ളതാണ്. അപ്പോ അജാസ് പറയുന്നത് ഇത്രയും തണുപ്പ് അവൻ ഇതുവരെ അനുഭവിച്ചിട്ടില്ല എന്നാണ് അല്ലേ? ഇവിടെ പ്രതീക്ഷിച്ചിട്ടില്ല. ചൂട് കാലത്ത് മസ്കറ്റിൽ നിന്ന് വന്നപ്പോഴും നല്ല 50 ഡിഗ്രി പുറത്ത് ചൂടുള്ള സമയത്ത് ഈ ഒരു ഇത്ര 20 19 അങ്ങാണ്ടുള്ളൂ ഇവിടെ. ആ ഒരു ഇത് പ്രതീക്ഷിച്ചു. നമുക്ക് ഈ ഫ്രണ്ടിലോട്ട് നോക്കി നടക്കാം, ഒന്നും കാണുന്നില്ല. നമുക്കൊരു സൂചന തന്നിട്ടുണ്ടായിരുന്നു ഇവിടെ ടെമ്പറേച്ചർ കുറവായിരിക്കും ചൂടിനെ അപേക്ഷിച്ച്. ഇതിന്റെ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്നും പ്രതീക്ഷിക്കാതെ ഫീഫ സ്വെറ്റർ ഇട്ട് വന്നിട്ട് ആളായി എന്നാണ് എനിക്ക് ഇതിൽ നിന്ന് മനസ്സിലാവുന്ന ഒരു ഇത്. എവിടെ കണ്ണും കാണുന്നില്ല, എവിടെ ഈ സ്വെറ്ററിന്റെ അകത്തും വിറക്കുന്ന കൈകളുണ്ടോ ഫീഫയുടെ? എന്താണ് ഫീഫക്ക് പറയാനുള്ളത്? എന്തെങ്കിലും ചെല്ലോ. നല്ല വാങ്ങണ്ടല്ലോ. ഓക്കെ, ശരി. ഒരു അടിപൊളി സൺറൈസ് നമ്മൾ വിറ്റ്നസ് ചെയ്യാൻ പോണ ഗൈസ്. നമുക്ക് ആക്ച്വലി അവിടെ ഒരു ആമനെ കാണാം. അതൊരു ആമയാണ്. യെസ്, അതൊരു ആമയാണ്. പക്ഷെ ഒന്നിൽ കൂടുതൽ വരും എന്നാണ് ഒരു പ്രതീക്ഷ. ഇനിയും വരാൻ കുറച്ചുണ്ട്. നേരെ വെളുക്കുന്നുള്ളൂ. ഇതൊക്കെ ആമകൾ വന്ന് കുഴിച്ച് അവർ റെസ്റ്റ് ചെയ്യുന്ന സ്പേസുകളാണ് അതൊക്കെ. അപ്പോൾ ഗൈസ്, എല്ലാവരും ആകാംക്ഷ ഭരിതരായി അത്ഭുതത്തോടെയാണ് ആമയെ നോക്കി കാണുന്നത്. ഭയങ്കര വലിയ ആമയാണ്. ഇത് രണ്ടാമത്തെയാണ്. അപ്പോൾ നല്ലൊരു എന്താ പറയുക, എല്ലാവരും കൗതുകത്തോടെയാണ് നോക്കി കാണുന്നത് ഇത്രയും വലിയൊരു ആമേനെ. നമ്മളൊക്കെ നോർമലി ചെറിയ ചെറിയ ആമകളെയാണ് നേരിട്ട് കണ്ടിട്ടുള്ളൂ. ഇത്രയും വലിയൊരു ആമേനെ അങ്ങനെ പോകുന്നത് നേരിട്ടാണ്. അതൊക്കെ കടലിലേക്ക് തിരിച്ച് പോകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ആക്ച്വലി. ഈ ഒരു വിസ്മയ കാഴ്ച കണ്ടിട്ട് തനിക്ക് പറയാനുള്ളത്. ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടായിരുന്നു, ആമ കണ്ടിട്ടുണ്ട്. എവിടെ നിന്നാണ് കണ്ട്? ഗോവയിൽ പോയപ്പോഴത്തേക്ക് കണ്ടിട്ടുണ്ട്. പിന്നെ അത് കുറച്ച് ടൈം എടുക്കും കയറി വരാനായിട്ട്. ഇതേപോലത്തെ വലിയ ആമൻ തന്നെയാണ് കണ്ടത്? വലിയ ആമ തന്നെ കണ്ടിട്ടുണ്ട്. ഇതേ പ്രക്രിയ തന്നെയാണോ അതന്നെ ഇതിനെ ചെയ്യുന്നത്? ഇതിന് തിരിയാൻ ചാൻസ് ഉണ്ട്. തിരിച്ചിട്ട് ആ വഴിക്ക് കയറാൻ പറ്റത്തില്ല. ഇതിനിപ്പോൾ അങ്ങനെ കയറാൻ പറ്റത്തില്ല, ഒരുപാട് സമയം എടുക്കും. ടൈം എടുക്കും. നമ്മളിത് ഇവിടെ നിന്ന് സമയം ചെലവഴിക്കുന്നതിൽ കാര്യമുണ്ടോ? എനിക്ക് വരുന്നത് അഭിപ്രായമില്ല. ഓക്കെ ഓക്കെ, നല്ലതാ നല്ല ഓക്കെ. അത് മുട്ടെടുത്ത് ഞാൻ എന്ത് പറയാനടാ. ഈ അവസരത്തിൽ ഞങ്ങൾ വന്നത് എന്തായാലും മുതലായി. ഉറക്കണീറ്റിരുന്നത് ഈ സാഹചര്യത്തിന് കാണാൻ വേണ്ടിയാണ്. അതെന്തായാലും കണ്ടു, വളരെയധികം സന്തോഷം. വൃത്തായി. ഓ, അടിപൊളി. എങ്ങനെയുണ്ടാവും? സന്തോഷം. വെയിറ്റ് ചെയ്ത് കണ്ടതിൽ സന്തോഷം. വൃത്തായി. വർത്തണം. നമ്മൾ ഇതിന്റെ കൺവീനറായ ആസിഫ് അലിയോട് തന്നെ ചോദിക്കാം, എന്ത് തോന്നുന്നു ഈ ഒരു അവസരത്തിൽ? എന്ത് അവസരമാണ്? ഈ ഒരു സിറ്റുവേഷനിൽ, ഈ ഒരു
സുലഭിത നിമിഷത്തിൽ? ഈ സുലഭിത നിമിഷത്തിൽ ഞാൻ പ്രാർത്ഥിച്ചിട്ടാണ് നടന്നു വന്നത്. കാരണം ഇതിൽ കണ്ടിട്ടില്ലെങ്കിൽ ഇതിൽ ആരൊക്കെ എന്നെ ചവിട്ടുന്നുള്ളത് പേടിയിൽ. എൻ്റെ ഭാഗ്യത്തിന് അവിടെ കച്ചറ പൊന്തിയ പോലെ ആമാന്ന് വിചാരിച്ചു നടന്ന ഭാഗ്യത്തിന് ആമയെ കണ്ടു. സന്തോഷം. ഞങ്ങൾ രാവിലെ എഴുന്നേറ്റ് വന്നു, ഒരു ആമയെ കാണാൻ പറ്റി. അതിന് ഏറ്റവും വലിയ ഭാഗ്യം. ഈ ട്രിപ്പിനെ പറ്റിയിട്ട് എന്താണ് പറയുന്നത്? എന്താ ഈ ഒരു മൊത്തത്തിലുള്ള ട്രിപ്പ് അടിപൊളിയല്ലേ? പിന്നെ പോയി വരാം. അതിലൂടെ 3-ാമത്തെ തവണയാണ്. അടിപൊളി. ഇത് വലിയൊരു എന്താ പറയുക, ആദ്യം ഇങ്ങനെ കാണാത്തൊരു രംഗമാണ് കൂടുതലും. ഇത്രയും വലിയ ആമയൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അത് വലിയൊരു നല്ലൊരു എക്സ്പീരിയൻസ് അല്ലേ. അമ്മേനെ ഇങ്ങനെ കാണും, ഇത്രയും വലിയ അമ്മ. ഈ സമയം നല്ല കാറ്റും നല്ല വെതറും ഒക്കെയാണ്, ചൂടൊന്നും ഇല്ലാത്ത നല്ല രസമുണ്ട് ഇങ്ങനെ ഇരുന്ന് കാണാൻ. നല്ല പോസിറ്റീവായിട്ട് തോന്നും. How was your experience? First time I'm seeing this much big tortoise. Very nice. Climate is very nice. Worth the watch? Yeah, very worth. Hi, how was your experience on this? Yeah, I feel very good, very nice. It's a very nice experience. We should feel. I came with my kids. They see how they are enjoying by seeing those things, and they are enjoying a lot. So worth the wait? Huh? Worth the wait? Yeah, so much. Okay, thank you. Much struggle all the time we had here, and after seeing that, everything we had happy. അങ്ങനെ എല്ലാവരും നോക്കി നിൽക്കെ ആ ആമ യാത്രയാവുകയാണ് സുഹൃത്തുക്കളെ. കടലിലേക്ക്, കടലിൻ്റെ ആഴങ്ങളിലേക്ക് നിരങ്ങി നടക്കുകയാണ് ആ ആമ. അപ്പോൾ ഗൈസ്, നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞു, ഒന്ന് മയങ്ങി ഫ്രഷായി ഇപ്പോൾ പോകാൻ നിൽക്കുകയാണ്. ഇപ്പോൾ സമയം 12 മണിയാവുന്നു. ഇന്ന് വെള്ളിയാഴ്ചയാണ്, പള്ളിയിൽ പോകണം. പക്ഷേ ഇന്ന് 12 മണിയായിട്ടും കൂടി ഇതാ ഞാൻ നല്ല പുറത്താണ് നിൽക്കുന്നത്. വെയിലുണ്ട് എന്നുള്ളൂ, പക്ഷേ ഒരു ചൂടോ ഹ്യൂമിഡിറ്റിയോ ഒന്നും തന്നെ ഇല്ല. പിന്നെ നല്ല തണുത്ത കാറ്റും ഉണ്ട്. വളരെ ചൂട് കുറവാണ് ഈ ഒരു നാട്ടിൽ. മസ്കറ്റിലൊക്കെ ഇപ്പോൾ 48 ആയിരിക്കും, പക്ഷെ ഇവിടെ അത്ര ഒന്നുമില്ല. ഇവിടെ നമുക്ക് എന്താ പറയുക, നമുക്ക് കൂളായിട്ട് നിൽക്കാം. ഞാൻ വിയർക്കുന്നില്ല, എത്ര നേരം നിന്നിട്ടും ഇത്ര നേരം ഒന്ന് ഫോൺ ചൂടാവുന്നില്ല, ഒന്നുമില്ല, ഒക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ദിസ് ഈസ് വാട്ട് ഇറ്റ് ഈസ്. ഇറ്റ്സ് ഗുഡ്, ഇറ്റ്സ് കൂൾ ഹിയർ. അപ്പോൾ നമ്മൾ ഫുഡ് കഴിച്ചു, ലഞ്ച് കഴിച്ചു. ഇനി നമ്മൾ നേരെ പോകുന്നത് സിംഗോളിലേക്കാണ്. അത് കഴിഞ്ഞ് നമ്മൾ നേരെ മസ്കറ്റിലേക്ക് എത്തും. അങ്ങനെ ഇന്നത്തോടെ പോയി വരാൻ്റെ ട്രിപ്പ് കഴിയുകയാണ്. അപ്പോൾ ഇറ്റ് വാസ് എ നൈസ് ട്രിപ്പ്. ഇനി നമുക്ക് സിംഗോളും കൂടി കണ്ട് അവിടെ നിന്ന് വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ ഗൈസ്, നമ്മളിപ്പോൾ ഉള്ളത് ഒമാനിലെ സിംഗോളിലാണുള്ളത്. നമ്മൾ സിംഗോള് കാണാൻ പോകുന്നുള്ളത്. നല്ല ഒടുക്കത്തെ ചൂടാണ്, ഒരു രക്ഷയില്ലാത്ത ചൂടാണ്. ഈ ചൂടത്തും സിംഗോള് കാണാൻ വന്ന നമ്മളെ അഭിനന്ദിക്കണോ അതോ ആട്ടി ഓടിക്കണോ എന്നറിയാത്തൊരവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. നമുക്കത് അജാസിനോട് ചോദിക്കണം. അജാസ്, ഈ നട്ടുച്ച നേരത്ത് സിംഗോള് കാണാൻ വന്നതിനെ പറ്റിയുള്ള അഭിപ്രായം? വേറെ വഴിയില്ല, അതുകൊണ്ട് കാണാമെന്ന്. പിന്നെ സിംഗോള് എനിക്ക് മറക്കാൻ പറ്റാത്തൊരു ഇതാണ് സിംഗോള് എന്ന് പറഞ്ഞത്. ഇവിടുന്ന് നമ്മുടെ 2 ഷൂട്ട് കംപ്ലീറ്റ് ചെയ്യണം. ഇതോ ഇപ്പോൾ തരാം. 5 മിനിറ്റ്, ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ ഒരു 10 മിനിറ്റ് എനിക്ക് തരാം. ഒരു 5 മിനിറ്റ് ഞാൻ എടുക്കാം. ഓക്കെ, എന്താണിത്? അപ്പോൾ അത് കംപ്ലീറ്റ് ചെയ്യണം. ആൻഡ് അതുകൊണ്ട് ആയി മാളെ എന്തോ എന്നിട്ട് കഴുത്തിൽ തന്നെ പിടിച്ചു. അങ്ങനെയാണ് നീലകണ്ഠൻ എന്ന് പേര് വരുന്നത് ശിവന്. മനസ്സിലായില്ല? നിങ്ങൾക്ക് ഐതിഹ്യം മനസ്സിലാവുന്നില്ല. ഈ സിങ്ക് ഹോളിനൊരു ഉത്ഭവമുണ്ട്. ആ, സിമ്പിളായിട്ട് പറഞ്ഞു. ഞാൻ കുറച്ച് എക്സാജറേറ്റ് ആയിട്ട് പറയുമ്പോൾ ഉൾക്കാവുന്ന വേണം. കഴിഞ്ഞ അവിടെ ഇയാളത് എന്തോന്ന് അങ്ങനല്ല. അന്നൊരു അമാവാസി രാത്രി ബഹിരാകാശത്തു നിന്ന് ഒരു ഉൽക്ക കത്തിപ്പിടിച്ച് നേരെ ബഹിരാകാശത്ത് ഉരുണ്ട് വരും. ഇയാളെന്തോ കറങ്ങി വരുന്നത് വേറെ, ഉരുണ്ട് വരുന്നത് വേറെ. ഉരുണ്ട് വരുന്നത് ഒരു വസ്തുവിന്റെ മേലെ ഫ്രിക്ഷൻ സംഭവിക്കുമ്പോഴാണ് അത് ഉരുണ്ട് വരുന്നത്. ആ, അപ്പോൾ നമ്മൾ സിംഗോളിന്റെ ഈ വശത്തെത്തിയിരിക്കുകയാണ്. ഇവിടെ നിന്ന് നോക്കിയാൽ സിംഗോൾ കാണാം. ഒന്ന് നോക്കൂ.
ഓക്കെ, ഇത്ര കണ്ടാൽ മതി. ഈ വെയിൽ, ദിസ് വെയിൽ ഈസ് അൺസഹിക്കബിൾ. അതുകൊണ്ട് നമ്മൾ ഇവിടെ നിൽക്കുന്നത് അത്ര പന്തിയല്ല. കം ഓൺ, എസ്കേപ്പ്. അപ്പോൾ നമ്മൾ പോയി വരാമിന് വേണ്ടിയിട്ട് അവർ ഒഫീഷ്യലായിട്ടുള്ള റിവ്യൂ എടുത്തുകൊണ്ടിരിക്കുകയാണ് ഓരോരുത്തരുടെ. നമുക്ക് അവരുടെ റിവ്യൂ കേൾക്കാം, അതുപോലെ തന്നെ നമ്മുടെ റിവ്യൂ പറയാം. ആക്ച്വലി ഇതെൻ്റെ ഫസ്റ്റ് സ്ട്രേഞ്ചർ ക്യാമ്പാണ് ഒമാനിൽ പോയി വരാമിൻ്റെ കൂടെ. ആൻഡ് പോയി വരാമിൻ്റെ കൂടെ തന്നെ എൻ്റെ രണ്ടാമത്തെ കൊളാബറേഷനാണ്. ഫസ്റ്റ് ഞാൻ മലേഷ്യൻ ട്രിപ്പ് പോയി, അതും നമ്മുടെ പോയി വരാം ആസിഫ് അലി ബ്രോ ആണ് എല്ലാ കാര്യങ്ങളും അറേഞ്ച് ചെയ്തതും ഫുൾ ഓൺ ആയിട്ട് ഒരു നേതൃത്വം നൽകിയതും. അതുപോലെ തന്നെയാണ് ഇവിടെയും ആളുടെ അണ്ടറിൽ ഒരു കാര്യം നടക്കുമ്പോൾ ഫുൾ A to Z വരെ ആൾ തന്നെയാണ് ഇതിന് കംപ്ലീറ്റ് നേതൃത്വം നൽകിയിരിക്കുന്നത്. അപ്പോൾ അത്രേ ഉള്ളൂ. ബാക്കിയുള്ള ഒരു റിവ്യൂ കാര്യങ്ങൾ, അതുപോലെ തന്നെ എന്നെ ഹിപ്നോട്ടൈസ് ആ പണ്ടാണ് ചെയ്യുന്ന സാധനങ്ങളൊക്കെ അവർ ഒഫീഷ്യൽ പേജിലുണ്ടാവും, പോയി ചെക്കൗട്ട് ചെയ്യുക. ഓക്കെ.